Good afternoon all. Good afternoon. നിങ്ങൾ ഓവർവ്യൂ വായിച്ചു നോക്കിയിരുന്നോ? ഓവർവ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓവർവ്യൂ ആണ്, അതെടുത്ത് വെക്കുക. വായിച്ചു നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാല്ലേ. എന്തെങ്കിലും അത്യാവശ്യം ഡൗട്ടുകളൊക്കെ അന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ നെക്സ്റ്റ് എടുക്കേണ്ടത് പ്രിൻസിപ്പൽസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാലോ? നോക്കാം. പ്രിൻസിപ്പൽസ് ഓഫ് ഹെൽത്ത് പ്രിൻസിപ്പൽസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നമ്മളെ കണ്ടായിരുന്നു. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു. അതായത് പൊതുവെ ഈ ഓരോ ഇതിൽ പവറിലിരിക്കുന്ന വ്യക്തികളാണ് പുതിയ തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവര് നല്ല ഏത് മേഖലയിലും ഹോസ്പിറ്റലിന്റെ ഏത് വ്യൂവിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് പറ്റുമോ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എയിം ഉണ്ട് അല്ലെ, ഒരു ഓർഗനൈസേഷൻ എയിം ഉണ്ട്. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പബ്ലിക്കിനെയും അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെയും എല്ലാവരെയും പരിഗണിച്ചിട്ട് തന്നെയായിരിക്കണം ഇവരുണ്ടാക്കിക്കൊണ്ടുവരേണ്ട എല്ലാ നടപടിക്രമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് തത്വങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അതായത് ദേശീയ തലത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തില് എന്താ പറയാ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദേശീയ തലത്തിലും കൂടി പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലുള്ള പോളിസികളായിരിക്കണം എടുക്കേണ്ടത്. Then sound health administrative structure may be framed for the implementation of the health policy. അതായത് നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ആണ്, അതായത് ഈ ഹെൽത്ത് പോളിസി നമ്മൾ എടുക്കുന്ന നയങ്ങളെല്ലാം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആണ് ഫ്രെയിം ചെയ്യേണ്ടത്. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം കമ്മിറ്റി കൂടി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു നല്ല സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പോളിസിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും. നെക്സ്റ്റ്, there should be integration of preventive and curative services at all administrative levels. അതായത് എല്ലാ തരത്തിലും നമ്മുടെ ഭരണനിർവഹണത്തില് എല്ലാ തലവും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതില് എന്താണ് നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന പേഷ്യൻസിന്റെ അതിന്റെ രോഗത്തിന്റെ ആ ശമനവുമായി ബന്ധപ്പെട്ട അല്ലെ, രോഗശമനം വേണം. പേഷ്യൻസ് വരുമ്പോൾ രോഗങ്ങൾ ഭേദമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവര് ഹോസ്പിറ്റലൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു രോഗശമനം അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ട് ഒരു പ്രിവെന്റീവായിട്ട്, അതായത് നമുക്ക് മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം ഈ നടപടിക്രമങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസിയൊക്കെ രൂപീകരിക്കുമ്പോൾ അവിടെ നമുക്കറിയാം പബ്ലിക്കിന്റെ, അതായത് വരുന്ന കസ്റ്റമേഴ്സിന്റെ പേഷ്യൻസിന്റെ രോഗങ്ങളെല്ലാം അതിനെല്ലാം ഒരു രോഗശമനം അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. There should be integration, ഒരു സംയോജനം of preventive and curative services at all administrative levels. The next പറയുന്നത് there should be centralized directions and decentralized actions. അതായത് നമുക്കറിയാം അധികാരങ്ങൾ അല്ലെ, അധികാര പരിധിയിൽ വരുമ്പോൾ തീരുമാനങ്ങളെല്ലാം സെൻട്രലൈസേഷൻ ആയിരിക്കും, അതായത് കേന്ദ്രീകൃതമായിരിക്കും. അത് അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ മറ്റു തലങ്ങളിലേക്കായിരിക്കും അല്ലെ. ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ താഴെയുള്ള തലങ്ങളിലേക്കാണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ എല്ലാം പോളിസികളെല്ലാം രൂപീകരിക്കുന്നത് മേലധികാരികളായിരിക്കും അല്ലെ, അത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരായിരിക്കും.
അത് നടപ്പാക്കുന്നത് ആരായിരിക്കും? താഴെ തലയിലുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ there should be centralized directions and decentralized action. Action ഒക്കെ decentralized ആയിരിക്കും. Then planned health programs should be based on priority and must meet the health requirements of people. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് അല്ലെ. അപ്പൊ ആ ഒരു ആരോഗ്യത്തിന് ഉള്ളതിൽ an overview and an overview of health and hospital administration. അപ്പൊ ഇതില് നമ്മള് പറഞ്ഞു വരുന്ന പോയിന്റിൽ പറയുന്നത് എന്താണ്? നമ്മള് റിക്വയർമെന്റ്സ്, ഹെൽത്ത് റിക്വയർമെന്റ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ഏതിനാണ് പ്രയോറിറ്റി, ഏത് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ അഡോപ്ഷനൊക്കെ കൊണ്ടുവരുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ ഏതിനെങ്കിലും ഒരു മുൻഗണന കൊടുക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ചില ഏരിയകളിലുള്ള പേഷ്യൻസിന്റെ സാധാരണയായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ പ്രഷറോ ഷുഗറോ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചിലതിന് പ്രയോറിറ്റി, ചിലപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആയിരിക്കും. അപ്പൊ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ആ പ്രയോറിറ്റിക്ക് ശ്രദ്ധ കൊടുക്കണം. അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ എന്തിനാണ് മുൻഗണന കൊടുക്കണം എന്ന് വെച്ചിട്ട് വേണം പ്രോഗ്രാമുകളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, frame basic health service available, accessible and acceptable to the people. അതായത് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഹെൽത്ത് സർവീസ് എപ്പോഴും നമ്മൾ ഒരു ആരോഗ്യത്തിന്റെ സേവനമാണ് ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എപ്പോഴും എന്താണ്, ജനങ്ങൾ അത് സ്വീകാര്യമാക്കിയിരിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നയങ്ങളെല്ലാം ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള നയങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും അവൈലബിൾ ആക്കേണ്ടത്, അതായത് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. Then health conscious should be encouraged through health education and by providing opportunities for participation of people in the health programs. അതായത് ചില ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലതിനെ കുറിച്ചിട്ട് അല്ലെ, ചില രോഗാവസ്ഥയെ കുറിച്ചിട്ട് അജ്ഞരായിരിക്കും. അവർക്കപ്പൊ എന്താണ്, അറിവ് പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാമാണ് സെറ്റ് ചെയ്യേണ്ടത്. അവർക്ക് എന്തെങ്കിലും അറിവ് പ്രദാനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങളാണ്. അതോടൊപ്പം തന്നെ പീപ്പിൾസിന്, ജനങ്ങൾക്ക് ഒരു പങ്കാളിത്തം കൂടി കിട്ടത്തക്ക വിധത്തിലുള്ള പ്രോഗ്രാംസുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അറേഞ്ച് ചെയ്യേണ്ടത്. ഒരു അവബോധം, ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം ഷുഡ് ബി എൻകറേജ്ഡ്, അവരെ പ്രോത്സാഹിപ്പിക്കണം. അത് മാത്രമല്ല പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾസിനും കൂടി ഒരു അതില് പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൂടി ഈ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then doctors have to be trained to act as a social physicians as well as to promote a healthy living for people. അതായത് നമുക്കറിയാം, ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അല്ലെ, അവരെ ആരോഗ്യം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അല്ലെ, ചില നൂതന ടെക്നിക്കലായിട്ടുള്ള ടെക്നോളജി ഒക്കെ വികസിക്കുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ ഡോക്ടേഴ്സിനും ലഭിക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അതെല്ലാം ഇത്തരത്തില് കൊടുക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. ജനങ്ങളുടെ ഇടയിൽ ആ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ്ങുകളെല്ലാം ഇവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കണം. The nursing personnel and other associated health personnel should provide community oriented education. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നഴ്സിംഗ്, ഇപ്പൊ ഡോക്ടേഴ്സിനെ പറഞ്ഞ മാതിരി തന്നെ നഴ്സുമാരെ വെച്ച് നോക്കുമ്പോഴും അവർക്ക് എന്താണ്, ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉള്ള എഡ്യൂക്കേഷനും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കൂടി വർദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് നന്നായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതായത് ഉപയോഗപ്രദമാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അവർക്ക് ഒരു നല്ല കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യണം. Then new categories of health personnel are provided
training to provide proper services to people. അപ്പൊ പുതിയ കാറ്റഗറിയിലുള്ള ഇതുകളാണെങ്കിൽ അല്ലെ, അപ്പൊ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് സർവീസ് ചെയ്യണമെങ്കിൽ ചിലപ്പോ ചില ട്രെയിനിങ്ങുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ പുതിയ പേഴ്സൺസ് ആണ് ഇപ്പൊ ഹോസ്പിറ്റലില് വിവിധ മേഖലകളിലെ ജോലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടവരുണ്ടാവും. അപ്പൊ അത് ഏത് തന്നെ ആയാലും അത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആവുമ്പോൾ അതുമായി ഇടപഴകാനായിട്ട് ചെറിയ വേരിയേഷൻ ചെറിയ കാലയളവിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. Then next, all the system of medicine should be promoted to provide a decent health care to people. എപ്പോഴും എല്ലാ തരത്തിലുള്ള മെഡിസിൻസും അല്ലെ, എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളും അത് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നതാണ് എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും അവരുടെ ജനങ്ങളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കും. All the system of medicine should be promoted to provide decent health care to people. അവരുടെ ആ ഒരു മാന്യമായ രീതിയിലുള്ള ജീവിത നിലവാരം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സേവനങ്ങളായിരിക്കണം എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സേവനങ്ങൾ. Then utilize the community resources and promote local participation in health programs at the village level. അതായത് നമുക്കറിയാം അവിടെ ഒരു വിഭവശേഷി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഏത് സ്ഥലത്താണോ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്ക് എന്താ തന്നെ ആയിക്കോട്ടെ, എന്തും സെറ്റ് ചെയ്യുമ്പോൾ അവിടത്തെ ആ ഭാഗത്തെ വിഭവശേഷി, അതായത് വെള്ളം അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ നല്ല വായു, ഇതെല്ലാം ഉപയോഗപ്രദമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കുമ്പോൾ അവിടുത്തെ ലൊക്കാലിറ്റിയുടെ അല്ലെ, ആ ലോക്കലായിട്ടുള്ള വില്ലേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടിയിട്ടായിരിക്കണം ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അതായത് അവരുടെ പങ്കാളിത്തം കൂടി നമ്മൾ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് local participation in health programs at the village level. Then last point പറയുന്നത് there should be provision for staff development programs. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ വ്യക്തികളുടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും നോളജും അല്ലെങ്കിൽ കഴിവുകളും വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെന്റീവ്സോ എന്തും അവർക്കാവാം, അതെല്ലാം എന്താണ് അവർക്ക് കൊടുക്കാനായിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, ഒരു നടപടി ഉണ്ടായിരിക്കണം. There should be provision for staff development program. സ്റ്റാഫുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ത് തന്നെയായാലും അതിനുള്ള ഒരു പ്രൊവിഷനും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ രൂപപ്പെടുത്തിയിരിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. Okay. Utilize the community resources and promote local participation in health programs at the village levels. അതായത് നമ്മൾ പ്രാദേശികമായ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അവിടുത്തെ തന്നെ ആ ഒരു പ്രദേശത്തിന്റെ വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ആ ഒരു പ്രദേശത്തെ പെർമിഷൻ വേണം. അപ്പോൾ യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആ ഒരു ഭാഗത്തെ ആ ഒരു പ്ലേസിലെ റിസോഴ്സസ് വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്പോസുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഡിസ്പോസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ ഒന്നും അവിടെ എന്താ പറയുക ഹസാർഡ് വേസ്റ്റുകളൊന്നും അപകടകരമായ വേസ്റ്റുകളൊന്നും കൈകാര്യം ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പെർമിഷൻ അത് അവിടെ വിഭവശേഷി നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിഭവശേഷി നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഭാഗത്തെ പേഴ്സൺസിന് ഒക്കെ ബാധിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ആ പെർമിഷന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ഉറപ്പുവരുത്തേണ്ടത്. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്, എല്ലാ വിഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാം ആ ഭാഗത്തുള്ളത്.
ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അതായത് വില്ലേജ് ലെവലിൽ എന്തെങ്കിലും ഓക്കെ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ അവരുടെയും കൂടി പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇൻ കേസ് പ്രോഗ്രാംസ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം, അവരുടെ പങ്കാളിത്തവും നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴെന്താണ് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിലായിരിക്കും, ചിലപ്പോഴെന്താണ് വേറെ എന്തെങ്കിലും സൊസൈറ്റിയുടെ ഒക്കെ ബേസിലായിരിക്കും ചില പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജിന്റെ ഒക്കെ സാന്നിധ്യത്തോടും പെർമിഷനോടും കൂടി സെറ്റ് ചെയ്യാൻ പ്രോഗ്രാമുകളൊക്കെ കേന്ദ്രീകരിക്കാം. അവരുടെ പങ്കാളിത്തം എന്തായാലും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പോയിന്റ് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഇതിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണം, യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്. അവിടുത്തെ വിഭവശേഷി നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യണമെങ്കിൽ വില്ലേജിന്റെ പെർമിഷൻ അവരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് പ്രോഗ്രാംസും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ അല്ലെ? പ്രിൻസിപ്പിൾസിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. നിങ്ങള് പ്രിൻസിപ്പിൾസ് എന്തായാലും മസ്റ്റായിട്ട് നോട്ട് ചെയ്യാം. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കി പോവുക. ഇതന്നെ ലക്ഷ്യങ്ങളിൽ എല്ലാം പെടുന്നുണ്ട് അല്ലെ? നമുക്ക് ഓരോ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ്, അതായത് എല്ലാ മേഖലകളിലേക്കും ഒരു നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട്, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ നന്നായിട്ട് തന്നെ റൺ ചെയ്യില്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കണം. മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കളയാനും, നല്ലത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നടപ്പാക്കിക്കൊണ്ടിരുന്നെങ്കിൽ അത് കൂടുതൽ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ലക്ഷ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏത് പോയിന്റ് ആണെങ്കിൽ പറയാം. ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ്, there should be healthy national health policy. അതായത് നമ്മളുടെ നാഷണൽ ഹെൽത്ത് പോളിസിയുമായി ബന്ധപ്പെട്ട ദേശീയ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതുകളായിരിക്കണം ഇത്. നമ്മളെ രൂപീകരിച്ചിരിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന എല്ലാ നടപടിക്രമങ്ങളും ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലായിരിക്കും. അത് there should be healthy national health policy. നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് നോക്കാം. എന്താണ്? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അതായത് നമുക്ക് ലക്ഷ്യങ്ങളിൽ പെടുമ്പോൾ കുറെ ലക്ഷ്യങ്ങളുണ്ട്. അതായത് പ്രിൻസിപ്പൾസ് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. എന്താണ്? എല്ലാ സെക്ഷനിലുള്ള പീപ്പിൾസ്, ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും അവരുടെ ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പ്രദാനം ചെയ്യേണ്ടത്, ഒരു അവയർനെസ് അവർക്ക് കൊടുക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ഓൾ ദ പീപ്പിൾ. നെക്സ്റ്റ്, ഒരു അവബോധം. അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവബോധം. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ തരുന്ന ഒരു കാര്യമായിരിക്കണം മുൻകൂട്ടി ലക്ഷ്യമിടേണ്ടത്. Then to promote the awareness among functionaries included in health and hospital management. But to promote awareness among functionaries included in health and hospital management. അതായത് അവിടെ ഹെൽത്തിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് ഒരു നല്ലൊരു അറിവുണ്ടായിരുന്നു അല്ലെ? ഇതിനെ കുറിച്ചിട്ടും ഒരു നല്ല വ്യക്തമായ ഒരു ധാരണയും അറിവൊക്കെ ഉണ്ടായിരുന്നു. അത് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ് അവർക്കത് നല്ലൊരു ധാരണയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ടു പ്രൊമോട്ട്, അവർക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. Then to encourage research in the field of health and hospital management to make better the efficiency of a healthcare delivery system. അതായത് ഇതിലൂടെ നമ്മളിപ്പോ കുറെ പ്രോഗ്രാംസോ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? നല്ല ഒരു സേവനം അല്ലെ? ഈ ഒരു ഇതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ വിതരണം ചെയ്യാനായിട്ട് സാധിക്കും.
അത് എങ്ങനെ നല്ല രീതി എന്ന് പറയുന്നത് നല്ല കാര്യക്ഷമമായ രീതിയിലുള്ളത്. ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അത് നല്ല രീതിയിലാക്കാനായിട്ട് എന്താണ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഈ റിസർച്ച് കൊണ്ടും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇംപ്ലിമെന്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ കൊണ്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. The next, to encourage the development of a high quality hospital service and community health care. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള ആ ഒരു പൊതുജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ അവിടെ സർവീസിന് വേണ്ടിയിട്ട് ആ ഒരു സേവനം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ്, അതായത് പേഷ്യൻസിനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗുണമേന്മയോട് കൂടിയിട്ടുള്ള സേവനം അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട്, അത് കൊടുക്കാനായിട്ട് അല്ലെ നമ്മൾ പുതിയ പുതിയ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വരുമ്പോൾ, പുതിയ പുതിയ പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതന്നെ അതിനുവേണ്ടി അതൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ കൊണ്ടുവരുന്നത്. Next, to encourage a meeting for to exchange idea and information among health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of a hospital and healthcare delivery system. അതായത് ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്മളുടെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തില് അല്ലെങ്കിൽ അവിടെയുള്ള പൊതുജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഹോസ്പിറ്റലില് ആ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ആ സേവനം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ നമ്മളുടെ നല്ല രീതിയിൽ മുൻകൂട്ടി കണ്ടെത്താനായിട്ട് ഒരു പ്ലാനേഴ്സ് അല്ലെങ്കിൽ അക്കാദമിഷ്യൻസ് അവർക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് പുതിയ പുതിയ ഐഡിയകളൊക്കെ മറ്റുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മളൊരു ചെറിയ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി വ്യക്തികൾ പങ്കെടുക്കും, ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അതിൽ നിന്നും ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാവാനും അത് ഒരു ഭരണതലത്തിൽ കൊണ്ടുവരാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എന്തെങ്കിലും എന്താ പറയുക വിവരങ്ങളെല്ലാം കൈമാറാനൊക്കെ ആയിട്ട് ഈ മീറ്റിങ്ങുകൾ കൊണ്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ടു എവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് evaluation of such institutions to increase the quality of health care in the community. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഈ പോയിന്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, different statutory bodies and the public for the improvement of a hospital and health care delivery system. അതായത് ഇതിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ലൊക്കാലിറ്റിയിലെ പേഴ്സൺസിനെ മാത്രമായിട്ടായിരിക്കും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ചിലപ്പോ വില്ലേജിനോട് ചേർന്നിട്ട് അല്ലെ വില്ലേജിന്റെ പെർമിഷനോട് കൂടിയിട്ട് വില്ലേജ് ലെവലില് നമ്മളൊരു ചില മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് മറ്റു വ്യക്തികളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ട് ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ ഒക്കെ വ്യത്യസ്ത നിലപാടിലുള്ള അല്ലെ വ്യത്യസ്ത ലെവലിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ ഒക്കെ ഒപ്പം തന്നെ ഇത് പബ്ലിക്കിന് അതായത് ജനങ്ങളുടെയും പങ്കാളിത്തം കൂടിയൊക്കെ ഉറപ്പുവരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കുറെ ഐഡിയാസ് അല്ലെ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഉരുത്തിരിഞ്ഞ് വരും അല്ലെ. നമ്മളൊരു കോൺവെർസേഷനിലോ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ എന്താണ് പരസ്പരം ധാരാളം ഐഡിയാസും ഇൻഫോർമേഷൻസ് ഒക്കെ പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ അതെന്താണ് പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ അവരുടെ ഇടയിൽ തന്നെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഐഡിയാസ് ഇൻഫോർമേഷൻസ് ഒക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് അല്ലെ എക്സ്ചേഞ്ച് ചെയ്ത് കൈമാറ്റം ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്
അത് എപ്പോഴും എന്താണ് ശരിക്കും ഹോസ്പിറ്റലിന്റെ ആ ഒരു നല്ലൊരു രീതിക്ക് വേണ്ടിയിട്ട് അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സേവനത്തിന് വേണ്ടിയിട്ടാണ് അത് മുൻകൈ എടുത്ത് വരിക. നല്ല നല്ല ആശയങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ ആശയത്തെ കുറിച്ച് ഒന്നും കൂടി ക്യാൻവാസ് ചെയ്ത് ശ്രദ്ധിക്കും. അതൊന്നും കൂടി വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഐഡിയ എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ ഒക്കെ കൊണ്ട് നടപ്പാക്കും. അപ്പൊ അതിലൂടെ എന്താണ് നല്ലൊരു ഇംപ്രൂവ്മെന്റ്, അതായത് ഹോസ്പിറ്റലിന്റെ സേവനത്തിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ മറ്റ് നല്ല രീതിയിലുള്ള ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിക്ക് വേണ്ടിയിട്ട് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ വരും. നല്ല രീതിയിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ആശയമാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ടു എവോൾവ് norms and standards for accreditation of the accreditation of a healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the community. അപ്പൊ എല്ലാത്തിലും ഒരു മീനിങ് തന്നെയാണ് അല്ലെ, എപ്പോഴും ഒരാശയം തന്നെയാണ്. നല്ല സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ളവർക്ക് നല്ല ഒരു എഫിഷ്യന്റ് ആക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് എൻകറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് എന്താണ് ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അംഗീകാരം കിട്ടാൻ വേണ്ടിട്ട് അല്ലെ, നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതുകളെല്ലാം ഇംപ്ലിമെന്റ് പോളിസികളൊക്കെ നിയമങ്ങളൊക്കെ രൂപീകരിച്ച് നമ്മൾ കണ്ടായിരുന്നല്ലോ. ഓഡിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡാണ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലിനെ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ അതായത് കറക്റ്റ് പെർഫോമൻസുകൾ നമ്മൾ പ്രകടമാക്കുന്ന ഇപ്പോൾ ഉള്ള നിലവിലെ വർക്കുകളെ നേരത്തെ കൂട്ടി ചെയ്തിരിക്കുന്ന നല്ല സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അത് മോശമാണോ നല്ലതാണോ എന്ന് വിലയിരുത്താൻ എളുപ്പമാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് അത്ര നല്ലതല്ല എങ്കിൽ എന്താണ് ഇപ്പോഴുള്ള വർക്ക് മറ്റുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നല്ല ഇതിൽ നിന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള ഈ ചർച്ചയിൽ നിന്നെല്ലാം അല്ലെങ്കിൽ അവർ രൂപീകരിക്കുന്ന നയങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫോം ചെയ്യാനായിട്ട്, നല്ലൊരു തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരാനായിട്ട്, അതിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കും. Then organization and adopt means of evaluation of such institution to increase the quality. മാനദണ്ഡങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാനദണ്ഡങ്ങൾ, ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. മാനദണ്ഡങ്ങൾ, എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നമ്മൾ നിശ്ചയിക്കണമല്ലോ, എന്തിനെങ്കിലും ബേസ് ചെയ്യണമല്ലോ, എന്തെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവാലുവേഷൻ നടത്താനായിട്ട് നമുക്ക് നേരത്തെ കൂട്ടി ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന നിയമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു നല്ല ഒരു ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് നല്ലതാണ് എങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ വർക്കുകളെല്ലാം അവിടെയുള്ള സ്റ്റാഫുകളുടെ വർക്കുകളെല്ലാം പണ്ട് ഇത്ര പേഷ്യന്റിനെ ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുമെങ്കിൽ ഇപ്പൊ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മെഡിസിൻ നന്നായിട്ട് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ, പണ്ട് മറ്റേ മെഡിസിൻ ഉപയോഗിച്ചിട്ടാണോ ഈ പേഷ്യൻസിന് ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, ആ മെഡിസിൻ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ മെഡിസിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ. അപ്പൊ പണ്ട് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് എത്രത്തോളം നല്ലതാണോ അതിന് തന്നെ നോക്കിയിട്ടായിരിക്കണം പുതിയത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ നോംസ് എപ്പോഴും മാനദണ്ഡങ്ങളെല്ലാം എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരു മിനിറ്റ് ഞാൻ എന്റെ ചെറിയൊരു പറയാം. അതായത് നമുക്ക് മാനേജ്മെന്റിൽ നിന്ന് കുറച്ച് പോർഷൻസ് എടുത്തു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പോർഷൻസ് എടുത്ത് തീർക്കുന്നത് അത് ഇത്ര ടൈമിനുള്ളിലും തീർക്കുന്നത്. ഇന്റർവ്യൂ ബേസുമായി ചെയ്ത കാര്യങ്ങളെല്ലാം എന്താണ് അവിടുത്തെ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇവിടെ പൊതുവെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാറ്. മിക്കവാറും ഈ പോർഷൻസ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം. അതും ഞങ്ങളിൽ നിന്ന് അലക്കിയില്ല, എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് തീരുമാനങ്ങൾ വരുന്നത് അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എന്തായാലും ഇത്ര സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച്
ഒരു കൃത്യമായ എന്താ പറയാ ഒരു അവർ മാറിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പാടാണ് അത് തീർക്കാൻ വേണ്ടി. കാരണം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. മിക്കവാറും അതിന് സമയം ഉണ്ടാവുന്നതന്നെ തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി തന്നെ ഒരു ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തരാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ മിക്കവാറും ചിലപ്പോൾ സമയം കിട്ടുമായിരിക്കും. എനിവേ അത് കിട്ടുന്നതനുസരിച്ച് ഇത്തരം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോ നമ്മള് ഇതുമായി ബന്ധപ്പെട്ടേക്ക് വരാം. അതായത് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ പറഞ്ഞു. എന്താണ് കൂടുതൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് നല്ല രീതിയിലാണെങ്കിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സേവനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് research in all side of hospital services, healthcare delivery systems and healthcare administration. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തന്നെയാണ്. അതായത് നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ നല്ലൊരു ഗവേഷണം നടത്തുമ്പോൾ എന്താ സംഭവം, നല്ല രീതിയിലാണെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അല്ലെ. എന്തെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സിന് നല്ലൊരു ട്രെയിനിങ്ങോട് കൂടിയിട്ട് അല്ലെങ്കിൽ നഴ്സുമാർക്ക് അവിടെ നല്ലൊരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെങ്കിൽ എന്താണ് അവർക്ക് നല്ല ബെറ്റർ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ സർവീസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അത് ഏത് ലെവലിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കും. നമുക്കറിയാം ഡോക്ടേഴ്സിനും നഴ്സുമാർക്ക് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ് ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് അഡ്മിനിസ്ട്രേഷന്റെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് ഡ്യൂട്ടികൾ ചെയ്യുന്നവരുടെ ഇടയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും ഗവേഷണങ്ങളും നടത്താനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനൊരു അവസരം കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോ ഡ്യൂട്ടികൾ ഷിഫ്റ്റ് വേരിയേഷൻ വരുമ്പോൾ ആദ്യം ഇങ്ങനെ തന്നെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെ. നമുക്കറിയാം ദൈനംദിനമായിട്ട് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് നടത്തി നോക്കാം. അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തുള്ള ജീവനക്കാരുടെ ഇടയിലും ആവാം. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു അവസരം ഇതുമായിട്ട് ഈ മേലധികാരികൾ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ടു റിനോവേറ്റ് the knowledge and the skill of the health and hospital administrators and other personnel included in the management of healthcare organizations by way of a continuous education and research. അതായത് നമുക്കറിയാം ഓരോ ഇതുകളിലും അല്ലെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട ഒരു ഇടമാണ് അല്ലെ. ഇടയ്ക്കെങ്കിലും വെച്ച് ഡ്യൂട്ടി നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. എപ്പോഴും എന്തെങ്കിലും പുതുമ എന്താണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്, പുതുമ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനവും റിസർച്ചും ഗവേഷണവും ഇവിടെ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ഇന്നോവേറ്റീവ് നോളജ്, അപ്പൊ നോളജ് നമുക്കറിയാം അറിവുകൾ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പുതിയ പുതിയ അറിവാണ് അല്ലെ. അത് എപ്പോഴും അല്ലെങ്കിൽ കഴിവുകൾ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് കൂടുതൽ കൂടുതൽ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഏത് ലെവലിലുള്ള വ്യക്തികളുടെ ഇടയിലും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗവേഷണമാണ്. അത് മനസ്സിലാക്കി തന്നെ വേണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ. ടു റിനോവേറ്റ് ദ നോളജ് and the skill of the health and the hospital administrators and other personnel included in the management of the healthcare organization by way of continuous education and research. അപ്പൊ ആ മാനേജ്മെന്റിലുള്ളവര് അത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് അതിനുള്ള നോളജും സ്കില്ലുകളെല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് recognition to research in the fields of health and hospital management and to accord awards, scholarship and assistance in other suitable forms to deserving individual and institution. അതായത് നമ്മളിപ്പോ പുതിയ കുറെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ പറഞ്ഞു. എപ്പോഴെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നടത്താനായിട്ട് വരുന്നവര് അതിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻതൂക്കം നിന്നുകൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അപ്പൊ അവര് നല്ല രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്താണ് അവർക്കൊരു സ്പെഷ്യൽ അവാർഡൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതായത് അവരെ ഒന്ന് പുഷ് ചെയ്യാൻ, അവരെ ഒന്ന് ഇൻസെന്റീവ്സ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻകറേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കുണ്ട്. അതായത് ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു റിസർച്ച് in the field of health and hospital management, and to afford awards, scholarship and assistance in the other suitable forms to deserving individual and institution. ഇതിന് മുൻകൈ എടുത്ത എന്തെങ്കിലും നമുക്കറിയാം, ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ഒരുപക്ഷെ ചിലപ്പോൾ ആ മേഖലകളിലുള്ള ഏതെങ്കിലും ഫീൽഡിലുള്ള ഒരു അല്ലെ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗ് വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തുള്ള വ്യക്തി ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും മുൻകൈ എടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പെട്ടെന്ന് ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് സ്പെഷ്യലി എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും സ്പെഷ്യൽ അവാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ്, സ്കോളർഷിപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ അതർ സ്യൂട്ടബിൾ ഫോംസ് ടു ഡിസർവിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഗ്രാന്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത്, അവരെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കാൻ അല്ലെ, അവരെ ഒന്നും കൂടി പുഷ് ചെയ്യിപ്പിക്കാൻ, വീണ്ടും പുതിയ പുതിയ ആശയങ്ങളൊക്കെ വഴിതിരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവാർഡുകളെല്ലാം അവര് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു വിഷയം തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഫങ്ഷൻ ആസ് അഡ്വൈസറി ഓർ consultative body in the best interest of a community and a country, to central and state governments, public sector undertakings, healthcare delivery organization, public health system development, teaching and training organization, and any other health related associated organization when need so emerges or services are demanded. ഇതൊരു വലിയ സംഭവം തന്നെയാണ്, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് നമ്മുടെ ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികളാണെങ്കിൽ എന്താണ് അവർ നല്ല നല്ല ആശയങ്ങൾ അല്ലെ നല്ല നല്ല പ്രോഗ്രാംസ് അല്ലെ നല്ല നല്ല റൂൾസുകൾ അങ്ങനെ പല കാര്യങ്ങളും അവർ ഇംപ്ലിമെന്റ് ചെയ്യും, അവർ നടപ്പാക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചില ഇതുകൾ അല്ലെ ചിലപ്പോൾ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും അണ്ടർടേക്കിങ്സ് ആയിരിക്കും, എന്തെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ് ആയിരിക്കും, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻസ് ആയിരിക്കും, ആരും തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു കാര്യം കൂടി അഡ്വൈസറി അതായത് ഉപദേശക സമിതിയായിട്ട് ഇവരെ തിരഞ്ഞെടുക്കാം. അതായത് നമുക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇവരുടെ നമ്മള് ഗവൺമെന്റ് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും ഉപദേശക സമിതിയായിട്ട് അവരെ തെരഞ്ഞെടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിലവിൽ വന്നിരിക്കുന്ന രോഗാവസ്ഥയെ പറ്റിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന്, അതായത് നല്ല നല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ നല്ല ഒരു വിങ്ങിലുള്ള ഒരു അല്ലെ പവറുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുള്ളൂ അല്ലെ. ഇതും കൂടി ഒരു ലക്ഷ്യമാണ്, നല്ല ഹോസ്പിറ്റലിന്റെ ഒരു അവരെയും കൂടി തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവരെ അപ്പൊ സമൂഹത്തിൽ അറിയപ്പെടാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു ഉപദേശക സമിതിയായിട്ട് ഈ ഹോസ്പിറ്റലിനെ ഈ വിങ്ങിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവരിൽ നിന്ന് അഭിപ്രായം അറിയാം. അതായത് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന രോഗാവസ്ഥയെ അതെന്തുകൊണ്ട് വന്നു, അതെങ്ങനെയാണ് പോയിരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് രോഗം വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ഡെത്ത് റേറ്റ് എന്താണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രിപ്പറേഷൻ നടത്തി വെക്കുക എന്നുള്ളത് അത് ഇത്രയും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും ഒരു ലക്ഷ്യമുണ്ട് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൊക്കെ വെക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഫീൽഡിലുള്ള ആശയങ്ങൾക്ക് ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. To function as an advisory or a consultative body in the best interest of a community and a country. അല്ലെ കൺട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ വീണ്ടും എന്താണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് വീണ്ടും ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നല്ല നല്ല ആശയങ്ങളൊക്കെ
കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഇതുകൾ അല്ലെ റൂൾസും റെഗുലേഷൻസും അവർ ക്യാച്ച് ചെയ്ത് വെക്കും. അപ്പൊ ഇത് വീണ്ടും നമുക്ക് ആവശ്യപ്പെടുന്നത് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ട്. അപ്പൊ ഇതുവരെ ഡൗട്ട് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. റോസമ്മയ്ക്ക് മാത്രമാണോ മറ്റാർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ ആണോ? മറ്റാരെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുക. ഒരാൾ മാത്രമേ ഉള്ളൂ ഡൗട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കുന്നത് ചെയ്യാട്ടോ. മെസ്സേജ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. ഏതെങ്കിലും പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഇനിവേ ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്റെ ക്ലാസ് ഒന്നും കൂടി ക്ലാസ് കേൾക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ബാക്കി എല്ലാവരുടെയും സമയം നമ്മൾ കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മറ്റാർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയേണ്ടതുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഹലോ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ വായിക്കുന്നുണ്ട്, ഞാനത് കാണാനിട്ടാന്ന് തോന്നുന്നു. എനിവേ പറയൂ, കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, കുറച്ച് പേര് വായിച്ചിരുന്നു. പക്ഷേ മാഡം, എനിക്ക് മനസ്സിലാത്തൊരു പോയിന്റ് ഉണ്ട്. ക്ലാസിന്റെ അവസാനം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടി പറയൂ. അൺമ്യൂട്ടാണ്, പറഞ്ഞോളൂ.
ഹലോ, ഒന്നുകൂടി പറയാനുള്ളത് പറഞ്ഞോളൂ. അൺമ്യൂട്ടാണ്. ഹലോ, 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 ഞാൻ ക്ലാസിന്റെ എൻഡ് ഓഫ് ദ സിലബസിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു തരുമോ മറുപടി? ഇതിന്റെ ഈ ക്ലാസിന്റെ അവസാനം, അതായത് നമ്മളുടെ പോർഷൻസ് എടുത്ത് തീരുമ്പോൾ ആലോചിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പോർഷൻസ് ഞങ്ങളുടെ മാനേജ്മെന്റിൽ നിന്നുള്ള അറിവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോർഷൻസ് എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വന്നാലും ചോദിച്ചാൽ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് തന്നിരിക്കുന്ന പോർഷൻസ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പോർഷൻസ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് തീർക്കാനാ പറയുന്നത്. അതിനുശേഷം ഇതിനെ പറ്റി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാന്നാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അവിടെ ഇൻഫോം ചെയ്തായിരുന്നു. അതായത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇന്റർവ്യൂ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കോ എന്നുള്ള കാര്യം ചോദിച്ചത് ഞാൻ അവിടെ ഇൻഫോം ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾക്ക്, അതായത് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് തന്നിരിക്കുന്ന പോർഷൻസ് എത്രയും പെട്ടെന്ന് തീർക്കുക. അതിനുശേഷം ഇത്തരം ചിന്തകളെ നമുക്ക്, ആശയങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? ആൻസർ പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് അത് സന്തോഷമായി. ഓക്കെ, ഞങ്ങള് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എന്തായാലും എനിക്ക് തോന്നുന്നു സമയം കിട്ടുമായിരിക്കും. ഞങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ. നിങ്ങൾക്കറിയാലോ. അപ്പോ എന്തായാലും സമയം കിട്ടുമായിരിക്കും. ഇന്ന് എടുത്തതിന്റെ എന്തെങ്കിലും നമുക്കറിയാം. ഇന്നെടുത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോദിക്കില്ല. ഒന്നും കൂടി ക്ലാസ്, ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ട് എല്ലാവർക്കും നമ്മള് എന്താ പറയാ, ഒരു മാതിരി മനസ്സിലാകുന്ന രീതിയിലാണ് എടുക്കുന്നത്. ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. വീണ്ടും വീണ്ടും ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് നീങ്ങില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ക്ലാസ് ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പോയിട്ടോ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സമയം ആയെന്നുള്ളത് അറിയാം, പക്ഷെ പോർഷൻസ് സമയം പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയതില് ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കാരണം ഇങ്ങനെ ത്രൂ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഒരാശയം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മളുടെ ഈ ഒരാശയം മനസ്സിലാക്കി വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ളവരെ എപ്പോഴും ട്രെയിനിങ്ങുകളും റിസർച്ചുകളും അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ. ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? ഇങ്ങനെ ഈ മെസ്സേജുകൾ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ക്ലാസ്സുകൾ മൂവ് ചെയ്യില്ലെങ്കിൽ ഒരാളുടെ മാത്രം ഇതുകൊണ്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഒരാള് ഓക്കെ എന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരും കൂടി റെസ്പോണ്ട് ചെയ്യുക. എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയെന്ന് പറയുക. കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ ക്ലാസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്ലീസ് ഒന്നും കൂടി എന്റെ ക്ലാസ് കേൾക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെങ്കിലും അവരെയും മനസ്സിലാക്കി തരണമെന്നാണ് ആഗ്രഹം. കാരണം
നമ്മള് പക്ഷെ തന്നിരിക്കുന്ന സമയം കുറവാണ്. നമുക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, ഇല്ലെങ്കിൽ തീർന്നില്ലെങ്കിൽ അതിന്റെ ഇഷ്യൂസ് മുഴുവൻ ഞങ്ങൾക്കാണ് ഉണ്ടാവുക ഇത്ര ടൈമിനുള്ളിൽ തീർന്നില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് മാക്സിമം സ്പീഡിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുമാണ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. എന്റെ ക്ലാസ് ഒന്നും കൂടി കേട്ട് നോക്കാം. അത് എനിക്ക് ഒരാൾക്ക് മാത്രം പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. എന്താണ് ടു ഹെൽപ്പ് ടു പ്രോപ്പർ SOPs. SOPs എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സാധാരണ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു. എന്താണ് SOPs എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മാനുവൽസ്, അതോടൊപ്പം തന്നെ ലിറ്ററേച്ചേഴ്സ്, ബുക്സ് ഓൺ ദ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, healthcare technology, healthcare industry related subjects, textbooks for health management, then management, quality and healthcare technology, healthcare industry related subjects, textbooks for health management courses for benefit of the students and faculty, hospital and healthcare organization. ഓക്കെ, ഒന്നുകൂടെ ഇത് ഞാൻ പോയിന്റ് വരുന്നേ ഉള്ളൂ. നോക്കാം എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഹോസ്പിറ്റലിലെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അവരെപ്പോഴും പുതിയ പുതിയ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മാനുവൽ തയ്യാറാക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഇവര് കൊടുക്കുന്ന ആ ഒരു ഗവേഷണത്തിന്റെയും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെയും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറെ ആശയങ്ങളുടെയും പ്രോഗ്രാമുകളുടെ ഒക്കെ ബേസിൽ എല്ലാവർക്കും തന്നെ അത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ പോയിന്റിൽ കണ്ടിട്ടുണ്ടാവും പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പല PDF-ലും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ക്വാളിറ്റി അക്രഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതേമാതിരി തന്നെ എന്താണ് ഇതിൽ മറ്റു പറയുന്നത് ഇൻഡസ്ട്രി, അതായത് ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സ് ഫോർ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. ഹോസ്പിറ്റലിൽ ഇതില് താഴേക്ക് വരുമ്പോൾ വീണ്ടും വരുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി. ഈ 2 പോയിന്റ് കൂടി ഒന്നിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പല മേഖലകളിലുള്ളവർക്കും ഇത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. ഇവരുടെ പ്രോഗ്രാംസും അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡുകളും അല്ലെങ്കിൽ ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഹോസ്പിറ്റലിലെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ആശയം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ആശയങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു നോളജ് വെച്ചിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിന് അവർക്ക് ബുക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവിടെയുള്ള ഈ ഒരു ഓക്കെ, നവ്യ ഒന്നുകൂടി പറയാം. ഒരു മിനിറ്റ്, ഞാനതൊന്ന് തീർത്തോട്ടെ. ഈ ഒരു 3-4 പോയിന്റ്സ് കൂടെ ഉള്ളു, ഇതൊന്ന് അവസാനിപ്പിക്കട്ടെ. To help to prepare SOPs, manuals, literature and books on healthcare management, quality and accreditation, healthcare technology, healthcare industry related subjects, textbooks for health management courses for benefit of the students and faculty, hospital and health care organizations and academic institutions. അപ്പോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യക്തികൾക്കും അതല്ലെങ്കിൽ സ്റ്റുഡൻസിനും അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങളിലേക്ക് പെടുന്നതാണ്. എന്ത് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഓവർവ്യൂ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് വരുന്നത്. അപ്പൊ അവര് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്നതാണ്. ഇനി വീണ്ടും അത് തന്നെ പറയുന്നുണ്ട്, കൈകാര്യം ചെയ്യാനായിട്ട് ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities, services for overall improvement of the facilities. അതായത് ഇവർക്കെല്ലാം എന്താണ് കൂടുതലായിട്ട് ഈ സൗകര്യങ്ങൾ വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു വിവരശേഷി അല്ലെങ്കിൽ അവരുടെ ആ സേവനം എന്നുള്ളത് കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഈ സൗകര്യങ്ങൾ കൊണ്ട് സാധിക്കും. നല്ല നല്ല പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലെവലിലുള്ളവർക്കും നമുക്കറിയാം
ഓരോ ഇതുകളുണ്ടല്ലേ, ക്വാളിറ്റി അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്. നമുക്കറിയാം ഓരോ നഴ്സുമാരും ഡോക്ടേഴ്സും മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസ് മാത്രമല്ല അവിടെ ഉള്ളത്. നമുക്ക് ഇതിന്റെയുള്ള എല്ലാ മേഖലകളിലും ഉണ്ട് അല്ലെ. ഇപ്പൊ ചിലപ്പോൾ വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുകൊണ്ട് പഠിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി അത് എത്രത്തോളം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വെച്ചുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടെക്നിക്കുകളും അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സേവനം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഏതൊരു മേഖലയിലും മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. നല്ല ഒരു ക്വാളിറ്റിയോടുകൂടി അല്ലെ, നല്ല ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് വരിക എന്ന് പറയുന്നത് എന്താണ്? മത്സരത്തിന്റെ അല്ലെ. നമ്മളൊരു മത്സരശേഷി കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഗുണനിലവാരമായിട്ടുള്ള തീരുമാനങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻ, ഒരു അവാർഡൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നാൽ എന്താ പ്രത്യേകത? എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെ, എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡ് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പരസ്പരം മത്സരത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു റിലീസ് ആൻഡ് മേക്ക് എ ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽസ് who have made extraordinary and significant contribution in the field of health and hospital management in general and to the academy in the particular. അതായത് ഇവർക്ക് അല്ലെ കൂടുതൽ സൗകര്യം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ കുറച്ച് നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നവരെ, എന്തെങ്കിലും നമ്മൾ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി ഹെൽപ്ഫുൾ ആണ് അല്ലെ, നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരും. ഇൻ കേസ് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവര് തന്നെ ഏതെങ്കിലും വ്യക്തികൾ നല്ല നല്ല ആശയങ്ങളൊക്കെ കൊണ്ടുവന്നാൽ എന്താണ് അവർക്ക് എന്തെങ്കിലും അവാർഡ് ആ ഒരു ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തിയിട്ട് അവരുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു കഴിവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ കൂടി കൊടുക്കുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവും, നല്ല ഒരു സർവീസ് ആയിട്ട്. ടു റിലീസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽ who have made extraordinary, ആരാണ് ഈ എക്സ്ട്രാ ഓർഡിനറി ആശയം കൊണ്ടുവന്നത്, ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ, നല്ല ഒരു കോൺട്രിബ്യൂഷൻ, നല്ല ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ആരാണ് നല്ല ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നല്ല ഒരു ആശയം കൊണ്ടുവന്നത്, അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് എന്താണ് അവർക്ക് കൂടുതൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻ ജനറൽ ആൻഡ് ടു ദ അക്കാദമി ഇൻ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ആശയത്തിലേക്ക് ആരാണ് ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുക. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? മേക്ക് ഫെസിലിറ്റി, അവർക്ക് അങ്ങനെ ആശയം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. വീണ്ടും നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം എന്തിലുണ്ട്? ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു വിങ്ങില് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മൊത്തത്തിൽ എന്തെങ്കിലും പുതിയ ആശയങ്ങളാണ്. ഇത് ജസ്റ്റ് എല്ലാവരും മറ്റേ ടീച്ചേഴ്സ് പറയുന്ന മാത്രമേ ഈ പ്രിൻസിപ്പൾസ് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഒബ്ജക്റ്റീവ്സ് അവരോട് വായിച്ചുകൊണ്ട് വരാനായിട്ടാണ് പറയുന്നത്. കാരണം അത് തന്നെയാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പോർഷൻസ് എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാന്ന് പറയുന്നത് മര്യാദയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങളുടെ പ്രിൻസിപ്പൾസിൽ വരുന്ന കാര്യം തന്നെയാണ്. അതായത് എവിടെയും ഒരു ലക്ഷ്യം, ഏതെങ്കിലും ഒരു പ്ലേസുകളിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആ ഇംപ്ലിമെന്റേഷനിൽ പല പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസറി, ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇടയിൽ നല്ലൊരു സേവനം, ഡോക്ടർമാർക്ക് നന്നായിട്ട് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ള അവാർഡ്സുകൾ കിട്ടുമ്പോൾ അവാർഡ് വെച്ചുകൊണ്ട് അവർ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും.
അതല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടും. ആ ട്രെയിനിങ് വഴി എന്താണ് കൂടുതൽ നല്ല രീതിയിൽ സർവീസ് പ്രദാനം ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ എന്താണ് അതുവഴി ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു വിങ്ങിലിരുന്നു കൊണ്ട് നടപ്പാക്കുന്ന ആ ഒരു ആശയങ്ങളുടെ ബേസില് കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഗവേഷണം നടത്താനുള്ള കാര്യങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നല്ലൊരു സർവീസ് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇതേമാതിരി നമ്മൾ കണ്ടായിരുന്നു ലിറ്ററേച്ചർ ആൻഡ് ബുക്സ്, ഇതെല്ലാം ഹെൽപ്ഫുൾ ആവും അല്ലെ ഇവർക്ക്. ഏതൊരു ഇതുകളിലാണെങ്കിലും ഏതൊരു ടേമിലും നമ്മുടെ ഹോസ്പിറ്റലിന്റെ വിങ്ങില് ഏതൊരു ടേമിലും അവർക്ക് അവരുടെ സേവനം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഏതെങ്കിലും തീരുമാനങ്ങളോ ഏതെങ്കിലും നടപടിക്രമങ്ങളോ ഏതെങ്കിലും പ്രോഗ്രാംസുകളോ ഉപകാരപ്പെടും എന്നുള്ളതാണ് വ്യക്തമാക്കി മനസ്സിലാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒരു വിഷമകരമായ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഞാൻ തന്നെയാണ് നെക്സ്റ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബോറുവാണെന്ന് അറിയാം, പക്ഷെ താഴേക്ക് വലിയ കുഴപ്പമില്ല. കുറച്ച് എന്താ പറയുന്നത് കാൽക്കുലേഷനും കൂടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. എന്തായാലും ജസ്റ്റ് വായിക്കാം. എനിക്ക് ക്ലാസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് കേട്ടിരിക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളതാണ്. എന്തായാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഞാൻ വീണ്ടും വീണ്ടും റോസമ്മ മാത്യുവിനോട് പറയാണ്, നമുക്ക് ആദ്യം മുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം നമ്മുടെ ചാപ്റ്റേഴ്സ് എടുത്ത് നീങ്ങില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിട്ടാണ് പറയുകയാണെങ്കിൽ ആ പോയിന്റ് ബേസ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. വീണ്ടും വീണ്ടും വൺസ് മോർ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു, വീണ്ടും വീണ്ടും ആ ലെസൺസ് എടുത്തു തന്നായിരുന്നു. ഈ ലെസണിന്റെ ഒരു പ്രത്യേകത ഇതില് വ്യക്തമായിട്ടുള്ള ഒരു ധാരണകളല്ല കാണിച്ചത്. അതായത് അത് ഇതിന് മെച്ചപ്പെടും, ഇത് സേവനം മെച്ചപ്പെടുത്താൻ സാധിക്കും, അത് അവർക്ക് ഹെൽപ്ഫുൾ ആകും, അങ്ങനെയുള്ള കുറെ ആശയങ്ങളാണ്. ഇത് സമ്മാനിച്ച എന്താ പറയുക, ഇതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങളുമല്ല. ഇതൊന്നും മോക്ക് ടെസ്റ്റിൽ നമുക്ക് എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊന്നും ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് വരാനും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആശയം ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ എന്താന്നുള്ള കാര്യം. അപ്പൊ അതായത് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവർക്ക് ഉള്ള ആശയങ്ങൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. അത് ഒരു സെപ്പറേറ്റ് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു എടുത്തെടുത്ത് പറയുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. മറ്റാരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നല്ലോ ക്ലാസ് എടുക്കുമ്പോഴും പിന്നെ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഓക്കെയാണ്, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഒരു പേഴ്സൺ മാത്രം ഇങ്ങനെ പറയുമ്പോൾ ക്ലാസ് അങ്ങനെ ഇതാണെങ്കിലല്ലേ അത്രയും നമുക്കൊരു ലെങ്തി ചാപ്റ്ററുമാണ്, കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാനായിട്ടല്ല, നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കാം. എന്തായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റില് പറയുന്നത് to release and make facility to the individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു കുറെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. ആ ഒരു ഫീൽഡിലുള്ളവർക്കും അവിടെ ആണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പവറിൽ ഇരിക്കുന്നവരാണല്ലോ കുറെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തവര്, നല്ല എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും സംഭാവന ചെയ്ത വ്യക്തികള് ആ വിങ്ങിലും ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വിങ്ങിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഫെസിലിറ്റി ചെയ്യാൻ, കൂടുതൽ അവരെ കൊണ്ട് എന്താണ് കൂടുതൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആശയങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക. To release and make a facility, അവർക്ക്
എന്താണ് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ആ ഇൻഡിവിജ്വൽസിന്. അങ്ങനെ കുറെ നല്ല ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ നല്ല എക്സ്ട്രാ ഓർഡിനറി മികവ് കാണിച്ച ആ വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു അവസരങ്ങൾ കൂടി വീണ്ടും എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക. Who have made extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. അവിടേക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല ആശയങ്ങൾ കൊണ്ടുവന്ന ആ ഇൻഡിവിജ്വലിന് വീണ്ടും അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് മതിയോ? കാരണം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന എന്തായാലും 2-3 മിനിറ്റ് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ ക്ലാസ്സിൽ ഇച്ചിരി ബാക്കിലാണ്, സമയം എടുത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരുപാട് ലാഗ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ജസ്റ്റ് 2-3 മിനിറ്റ് എടുത്തു. ഞാൻ റോസമ്മയുടെ കാര്യം ഇൻഫോം ചെയ്യാൻ വെക്കും. എന്തായാലും നിഷ മാമിനോടും ഒന്ന് പറഞ്ഞേക്കാം. മാനേജ്മെന്റിന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നിഷ മാമിനോടും പറയാം. ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറിന്റെ കാര്യം എന്തായാലും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ക്ലാസ് എന്തായാലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കേൾക്കുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഇച്ചിരി എന്താ പറയാ, ഇതാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം അല്ലെ. ഒരു പോയിന്റ് ചെയ്യുമ്പോഴേക്കും അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ് ചെയ്യുമ്പോഴേക്കും അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് കേട്ട് നോക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. തൊട്ടേ സ്റ്റാർട്ട് ചെയ്തോട്ടെ. നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് then next എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് നോക്കാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് populations which researchers use a supporting evidence for explaining the health of a population. അതായത് നമ്മൾ പറഞ്ഞത് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതെന്ന് മനസ്സിലായി. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് കുറെ ഡ്യൂട്ടികൾ കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ചില നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട
ചില കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചനകൾ എന്നാണ് അർത്ഥം. ഇൻഡിക്കേറ്റേഴ്സ് അത് ആ സൂചനകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളിലൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. Health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. അതായത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെ, ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു പ്രത്യേക വിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ, ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകൾ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാൽക്കുലേഷനിൽ ബേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ. ആ ജനസംഖ്യയെ ബേസ് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സൂചനകൾ തയ്യാറാക്കാൻ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ which researchers uses as a supporting evidence for explaining the health population. അതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടൊരു തെളിവുമായിട്ടാണ് എന്ത് നമ്മളുടെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഓക്കെ. Then next എന്താണ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് of a population which researchers use as supporting evidence for explaining populations. പോപ്പുലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് തയ്യാറാക്കാനായിട്ട്. നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി to collect information about a population sample, use the statistics to generalize the information gathered to the total population, and then use the statistical analysis to make a statement about the health of a population. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കേണ്ടി വരുന്നത്. അപ്പൊ എന്താണ്? ഒരു സ്ഥിതി വിവര കണക്കുകൾ കൂടി ആയിട്ടാണ് നമ്മൾ അത് തയ്യാറാക്കേണ്ടത്. നമ്മൾ എല്ലായ്പ്പോഴും എന്താണ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത്, ശേഖരിക്കേണ്ടത്. ഗാദർ എന്ന് പറയുമ്പോൾ ശേഖരിക്കുക. ഈ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം അവിടെ ആ ഹോസ്പിറ്റലില് ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ആയിരിക്കും അല്ലെ അവിടെ പേഷ്യൻസ് അഡ്മിഷൻ, അല്ലെങ്കിൽ ആ അഡ്മിഷൻ ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് അവരുടെ ആ ഒരു പോപ്പുലേഷന്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചില കാര്യങ്ങളെല്ലാം തീരുമാനങ്ങൾ സ്ഥിതിവിവര കണക്കുകളായിട്ട് കൊടുക്കുന്നു. അതായത് ചിലപ്പോൾ പല റേറ്റുകളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഡെത്ത് റേറ്റ്, അതേമാതിരി തന്നെ നമ്മളുടെ ഇൻഫന്റ്, അതായത് കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട്, പിന്നെ പ്രിവിലിയൻസ്, അതായത് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറച്ച് റേറ്റുകളൊക്കെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതില്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിൻ ഒരു ഘടകമാണ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യയെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനായിട്ട്. ജനങ്ങളിൽ നിന്ന് അതിൽ നിന്നും ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് കളക്ട് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കളക്ട് ചെയ്യേണ്ടത്. Then normally researchers will use survey methodology. സർവേ മെത്തഡോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെൻസസ് സർവേ രീതികളാണ് സാധാരണയായിട്ട് ഗവേഷണം നടത്തുന്നവര് സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അബൌട്ട് പോപ്പുലേഷൻ സാമ്പിൾ, പോപ്പുലേഷനിൽ നിന്നാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അതായത് മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ജനസാന്ദ്രതയെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് തീരുമാനിക്കുക എന്നുള്ളത്. ഇനി വീണ്ടും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഓർ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. അതായത് നമ്മളുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി അത് വർദ്ധിപ്പിക്കുക അല്ലെ, അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ഗവൺമെന്റിന്റെ ലെവലിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ആ ജനങ്ങളുടെ ആ പോപ്പുലേഷന്റെ ആരോഗ്യം വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ബേസ് ചെയ്തിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സെൻസസ് കാര്യങ്ങൾ സർവേകളൊക്കെ നടത്തുകയുള്ളൂ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി, നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, ഓർ ടു മേക്ക് അവര് ഉണ്ടാക്കുന്നത് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്, ഹെൽത്തിന്റെ അതായത് പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്.
ഓക്കെ, ഇനി അതിന്റെ ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു പ്രത്യേക സവിശേഷതകൾ പറയുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളിങ്ങനെ പറഞ്ഞു സൂചനകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കാൽക്കുലേഷന് വേണ്ടിയിട്ടാന്നുള്ള കാര്യവും പറഞ്ഞു. അതോടൊപ്പം തന്നെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാൽക്കുലേഷൻസ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി അതിന്റെ സവിശേഷതകൾ പറയാണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ പിന്നിലുള്ളവരാണല്ലോ ഇത് വേണം എന്ന് പറയുന്നത്. അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ മാറ്റർ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം, പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അത് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇത് നാഷണലി അല്ല, നമ്മുടെ ദേശീയപരമായിട്ട് മാത്രമല്ല, ഗ്ലോബലി വേൾഡ് വൈഡില് നമ്മൾ ഉപയോഗിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ട് അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാലോ കോവിഡ് ഒക്കെ ഇത്രയും പേരെ രോഗം സ്ഥിരീകരിച്ചു. അതായത് അവിടെ ഒരു പോപ്പുലേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര ജനസംഖ്യയിൽ ഇത്ര ആൾക്കാരെ അവിടെ കണ്ടെത്തി, രോഗവ്യാപനം സംഭവിച്ചു, അല്ലെങ്കിൽ ഇത്ര റേറ്റ് വന്നു. അതെന്താണ്? അത് നാഷണലി അല്ല അല്ലെ, ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എന്താണെന്നറിയില്ല, എന്താണ് ബ്രേക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്തു. എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ നമ്മള് കണ്ടായിരുന്നു എന്താണ് ഗ്ലോബലി, അതായത് നാഷണൽ മാത്രമല്ല മൈൻഡ് ചെയ്യേണ്ടത്, ഗ്ലോബലി അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം നമ്മൾക്ക് ഇതുമാതിരി എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യം. ഇനി ഇതിലെ ഫസ്റ്റ് പോയിന്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന സവിശേഷതകൾ, അതുകൊണ്ട് തന്നെ സവിശേഷതകളിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോർമലി ഇന്റർനാഷണലി. അതായത് നമ്മൾ ഗേജ്ഡ് എന്ന് പറയുന്നത് അളക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ എന്താണ് എങ്ങനെ അളക്കണം എന്നാണ് പറയുന്നത്? യൂണിഫോർമലി ഇന്റർനാഷണലി, അതായത് ലോകമെമ്പാടും ഒരുപോലെയുള്ള അളവുകോലായിരിക്കണം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോർമലി ഇന്റർനാഷണലി. അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിഫോർമലി ആയിരിക്കണം, അതായത് ഒരുപോലെ ആയിരിക്കണം, എല്ലായിടത്തും യൂസ് ചെയ്യുന്ന അതേമാതിരി തന്നെയായിരിക്കണം ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതായത് ഒരു സ്ഥിതിവിവരണം, ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കും, ഒരു സ്ഥായിയായ നിലനിൽപ്പ് ഇതിനുണ്ടായിരിക്കും അല്ലെ. ആ ഒരു ഇൻഡിക്കേറ്ററിന് തീരുമാനിക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ മെത്തേഡിന് ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം, സ്ഥിരമായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം. The next, the indicator must be data which can practically be collected in a reasonable amount of time. നമ്മളിപ്പോ എപ്പോഴും കളക്ട് ചെയ്യണം അല്ലെ, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക് ആയി പോയോ? ഇതുവരെയും പറഞ്ഞതിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ? കാരണം വീഡിയോ ഇപ്പൊ ഓക്കെ. അപ്പൊ നോക്കാം. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ് പറയുന്നത്? പ്രാക്ടിക്കലി നമ്മൾ കളക്ട് ചെയ്യണം ഡാറ്റാസ്, അതായത് വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതൊരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളത് അല്ലെ. അതൊരു ലോങ് ടൈം അങ്ങനെ ആവണമെന്നല്ല, ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമല്ല, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് പോയിന്റ്, ദ അനാലിസിസ് ഓഫ് ദ ഡാറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ എ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അതായത് ഇതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും അല്ലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും അല്ലെ. എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ചില കാൽക്കുലേഷൻസ് കൊണ്ടുവരുന്നത്? ചിലത് കണ്ടെത്തി ആ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ
അതിന് വേണ്ടിയിട്ട് അനാലിസിസ് ഓഫ് ദ ഡാറ്റ മസ്റ്റ് റിസൾട്ട്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻ എ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. ഏതെങ്കിലും ഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടൈമിലുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശുപാർശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് അവിടെയുള്ള കാൽക്കുലേഷൻ എടുക്കുമ്പോൾ എപ്പോഴും എന്താണ്, നാഷണലി എല്ലായിടത്തും നാഷണലി അല്ല ഇന്റർനാഷണലി ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരേപോലത്തെ രീതിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിനൊരു സ്ഥിരമായ നിലനിൽപ്പുണ്ടായിരിക്കണം. പിന്നെ ഒരു നിശ്ചിത ടൈമിനുള്ളിലുള്ള എന്താ പറയുക ഇൻഫോർമേഷൻസ്, വിവരങ്ങളാണ് ശേഖരിച്ച് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് മാത്രമല്ല, എന്തെങ്കിലും പർട്ടിക്കുലർ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അല്ലെ, ഏതെങ്കിലും ഒരു ഭാഗത്തെ ജനതയ്ക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള അനാലിസിസിനെ കൈയെടുക്കാനായി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നിങ്ങള് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണേ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എസ് എന്നോ നോ എന്നോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നീ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. Then next, the indicators. Okay, ഞാൻ കണ്ടിന്യൂ ചെയ്യണം. The indicators used to measure health status. അതായത് നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൂചനകൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ്: ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് എന്താണ്, ഡെത്ത് റേറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് ആണ്, അതേപോലെ മരണനിരക്ക്. അതല്ലെങ്കിൽ എന്താണ് മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാലോ കോവിഡ് ബാധിച്ചിരിക്കുന്ന വ്യക്തികൾ, അവരുടെ എണ്ണം കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും HIV-N1 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥ കണ്ടെത്താൻ വേണ്ടിയിട്ട്. മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി, ചില എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള സൂചനകൾ തയ്യാറാക്കിയിട്ട്. Then determinants of health, biological risk factors and health behavior. ചില അവസ്ഥകൾ മനസ്സിലാക്കാനായിട്ട് അല്ലെ, ചിലപ്പോഴൊക്കെ ജൈവ അപകട ഘടകങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്കറിയാം. ചിലപ്പോ ആ പോപ്പുലേഷനിൽ ഇത്ര വ്യക്തികൾക്ക് ഇന്ന അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നു. അത് ഏതെങ്കിലും ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലും പൊല്യൂഷൻ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അത്തരം വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥ അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ ബയോളജിക്കൽ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ബിഹേവിയർ, അവർക്ക് ചില രോഗാവസ്ഥകൾ നമുക്കറിയാം പ്രകടിപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥകൾ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റംസ്, സർജിക്കൽ പ്രൊസീജിയർ, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള മറ്റ് നമ്മുടേതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സിസ്റ്റത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടോ മെഡിക്കേഷൻ, അതായത് എന്തെങ്കിലും ചികിത്സയുടെ ഉപയോഗം വിലയിരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് വിലയിരുത്താനോ ഒക്കെ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് കൊണ്ടുവരാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഡിക്കേറ്റേഴ്സ് തീരുമാനിക്കുന്നത് എപ്പോഴും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഇന്റർനാഷണലി, നാഷണലി അല്ല ഇന്റർനാഷണലി എല്ലാവർക്കും യൂസബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്, ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാലേ, നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അഡ്വൈസറി ബോഡി ആയിട്ടൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, അത് എല്ലാവർക്കും ആവൃതമായിട്ട് ഒരേപോലെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വിവിധ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യാം. ഇത് എന്താണ്, ചിലപ്പോ ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കും, മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥ, മോർബിഡിറ്റി, എന്തെങ്കിലും രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഡിസബിലിറ്റി, എന്തെങ്കിലും വൈകല്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തെങ്കിലും ബയോളജിക്കൽ റിസ്ക് അല്ലെങ്കിൽ ഹെൽത്ത് ബിഹേവിയർ, ഹെൽത്തുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം.
അതല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ, മെഡിസിൻ യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഉപയോഗിക്കും. ഇനിയാണ് നമ്മൾ റേറ്റിലേക്ക് പോകുന്നത്. ഡെത്ത് റേറ്റ്, അതേമാതിരി തന്നെ ഇൻഫാൻറ്റി റേറ്റ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട്. ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു ക്ലാസ്സിനെ അപേക്ഷിച്ച് ഒരുപാട് ബാക്ക് ആണ് നമ്മള്. എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ, എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ നോക്കാം ഡെത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ ജനറൽ ഓർ ഓയിങ് ടു എ സ്പെസിഫിക് കോസ് in a particular population measured to the size of that population per unit of time. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണും, ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത പോപ്പുലേഷൻ അല്ലെ, ഒരു പ്രത്യേക അളവ് കൂടി പറയുന്നുണ്ട്. ഒരു നിശ്ചിത പോപ്പുലേഷനിൽ അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ഒരു പ്രത്യേകമായിട്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് മരിച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത് ഇൻ ജനറൽ ഓർ ഓവിങ് ഇൻ സ്പെസിഫിക് കോസ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാരണങ്ങൾ കൊണ്ട് വെച്ചതായിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഒരു പ്രത്യേക കാരണം മൂലം മരിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡെത്ത് റേറ്റ് സംഘടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സൂയിസൈഡ് പേഴ്സൺസ് ഉണ്ട് ഈ കാലയളവില്, അപ്പൊ ഇത്രയും പോപ്പുലേഷനിൽ ഇത്രയും സൂയിസൈഡ് പേഴ്സൺസ് കണ്ടെത്തിയിരിക്കുന്നു ഇത്രയും കാലയളവിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് ഇത് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. നമ്മൾ എന്തായാലും നമുക്ക് അതിന്റെ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നമ്മൾ അറിയാൻ സാധിക്കാറുണ്ട് ഇത്തരം റേറ്റുകളൊക്കെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു കാര്യം പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഇത്തരം ഡെത്ത് റേറ്റ് കണ്ടെത്തുന്നത്. ഇത് ഒരു പ്രത്യേക സമയത്തിനും ഒരു പ്രത്യേക ജനതകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു റേറ്റ് ആണ്. നമുക്ക് അതിന്റെ ആ റേറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്, വരാൻ താഴേക്ക്. The term mortality indicates the total deaths that happen in a especially on a large scale, such as in a population or a geographic area. So, നമ്മൾ ഒരു പ്രത്യേക ഏരിയ എടുത്തേക്കുന്നു. ഇപ്പൊ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇത്ര സമയത്തിനുള്ള ഇത്ര പേഴ്സൺസ് ആണ് മരണപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ബാധിച്ചിരിക്കും അല്ലെ, ചില സ്പെഷ്യൽ മാറ്റർ വെച്ചിട്ടായിരിക്കും അവർ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പേഴ്സൺസ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ റേറ്റ് കണ്ടെത്തണമെങ്കിൽ എന്താണ്, അവിടെയുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ആ ഒരു സ്പെഷ്യൽ റേറ്റ് കണ്ടെത്താനായിട്ട്. ദിസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ, an index of the number of deaths each year or a specific time interval in a special population is called the mortality rate. It is normally expressed as population units like deaths per 1000 people for a recall period or a specific time frame. അതിന്റെ ഫോർമുല വരെ ജസ്റ്റ് നോക്കട്ടോ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് ഐഡിയ കിട്ടും. അതിൽ പറയുന്നുണ്ട് ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർ കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്. ദ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ അക്കോർഡിംഗ് ടു അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആൻഡ് ഇൻറ്റു 1000 all divided by 365. അതായത് ഈ 365 നമുക്കറിയാം 1 year അല്ലെ, ആ ഒരു വർഷത്തിനുള്ളില് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഈ ഒരു പ്ലേസിൽ ഇത്ര പേര് മരിച്ചു, ഇത്രയും പോപ്പുലേഷനുള്ള ഈ ജനസംഖ്യയിൽ നിന്ന് ഇത്ര പേഴ്സൺസ് മരിച്ചു ഈ ഒരു വർഷത്തിനുള്ളിൽ. അപ്പൊ അവിടെ 1000 എന്നുള്ള ഒരു കോമൺ ഫാക്ടറിലാണ് ഇത് നടത്തുന്നത്. എന്താണ്, നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 all divided by 365. ഓക്കെ, അതാണ് ഈ മോർട്ടാലിറ്റി റേറ്റിൽ വരുന്നത്. എന്താണ് ഡെത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മരിച്ചിരിക്കുന്ന ഏതെങ്കിലും ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഇത്രയും ജനസംഖ്യയുടെ ഉള്ളിൽ നിന്ന് ഇത്രയും പേഴ്സൺ അതുമായി ബന്ധപ്പെട്ട് മരിച്ചു, അത് എന്താണ്, അത് ഇത്രയും വർഷത്തിനുള്ളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും പേര് മരിച്ചു. അപ്പൊ എന്താണ്, മരിച്ചിരിക്കുന്ന വ്യക്തികൾ ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ
into 1000 all divided by 365. ആ പീരീഡ് ആണ് 365 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ ഡെത്ത്സ് ദാറ്റ് ഹാപ്പൻഡ് എസ്പെഷ്യലി ഓൺ ലോർജ് സ്കെയിൽ സച്ച് ആസ് എ പോപ്പുലേഷൻ ഓർ എ ജോഗ്രഫിക്കൽ ഏരിയ. ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും. ഇസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മോർട്ടാലിറ്റി റേറ്റിലാണ്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് an index of the number of deaths each year or a specific time. ഇപ്പൊ നമുക്ക് ഇയറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഇയറിനെ ബേസ് ചെയ്ത് 365 വരും. ഇൻ കേസ് വേറെ എന്തെങ്കിലും ടൈമിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണെങ്കിൽ ആ ടൈം ആയിരിക്കും അവിടെ യൂസ് ചെയ്യും. ഇന്റർവെൽ ഇൻ എ സ്പെസിഫിക് സ്പെഷ്യലൈസ്ഡ് പോപ്പുലേഷൻ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു ഒരു സ്പെഷ്യലൈസ്ഡ് പോപ്പുലേഷൻ ഉണ്ട് അല്ലെ. ആ ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും അവിടെ ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Is called the mortality rate. It is normally expressed in population units like deaths per 1000 people for a recall period or a specific time frame. എപ്പോഴും 1000 ആണ് അവിടെ കോമൺ ഫാക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് മനസ്സിലായോ? ഒരു നിശ്ചിത മരണം ആ ഒരു നിശ്ചിത ലൊക്കാലിറ്റിയിൽ അത് ഇത്ര ടൈമിനുള്ളത്, അതായത് ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ into 1000. Number of deaths divided by total population into 1000 divided by 365. Clear ആയോ? ക്ലിയർ ആണോ? ഇനി ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്പെസിഫിക് ആണ് അല്ലെ. ഇത് കോമൺ ചിലപ്പോൾ ഒരു ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ്? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, ICUവിൽ കിടക്കുന്നവരുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് അറിയാം ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ പ്രവേശിച്ചിരിക്കുന്ന അഡ്മിഷൻ പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ അവിടുത്തെ റേറ്റും ഇതെല്ലാം കണ്ടെത്തുന്നത്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്. അതായത് എത്രത്തോളം പേഴ്സൺസ് മരിച്ചിട്ടുണ്ട് അതിന് കാലയളവുണ്ട് കേട്ടോ. നോക്കാം ഈ പീരിയഡിൽ, ഇന്നേ പീരിയഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടൈമിലുള്ള ചിലപ്പോണെങ്കിൽ നമുക്കറിയാം ഈ ഒരു വീക്കിനുള്ളിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ടോ? ആ പീരീഡിനുള്ളിൽ മരിച്ചിരിക്കുന്ന വ്യക്തികളുടെ എണ്ണം divided by total number of deaths discharged during that period. അവിടെ നിന്നും അഡ്മിഷന് ശേഷം ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് അവരുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ 100. ഇവിടെ നമ്മൾ കോമൺ ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് 100 ആണ്. Then note all the death that include death in emergency and ICU. അതായത് നമ്മളിപ്പോ ഡെത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ ചിലപ്പോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്മിഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ചിലപ്പോ ആ പേഷ്യന്റ് മരിച്ചു പോയിട്ടുണ്ടാവും. ICUയിലേക്കോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ ചിലപ്പോൾ കൊടുത്തു വന്നോ ഇരിക്കില്ല. പക്ഷെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ആരാണ്? ഹോസ്പിറ്റലില് അഡ്മിഷൻ കിട്ടിയ ഒരു പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ അവരെ ഒരുപക്ഷെ ICUയിൽ കൊടുത്തിട്ടുണ്ടാവില്ല, കിടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വാർഡിൽ കിടത്തിയിട്ടുണ്ടാവില്ല. എനിവേ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്താണ്? ഹോസ്പിറ്റലിന്റെ ആ ഒരു റെക്കോർഡിക്കലി മാർക്കബിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾ ദ ഡെത്ത് ദാറ്റ് ഇൻക്ലൂഡ് ഡെത്തിന്റെ എമർജൻസി ആൻഡ് ICU എല്ലാ തരത്തിലുള്ള പേഷ്യൻസും അതിൽ പെടും. Must be counted. The denominator all type of discharge must be taken into the account. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജുകളായിരിക്കും എന്താണ് നമ്മുടെ താഴെ വരുന്നത് അല്ലെ, ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient. അതായത് 48 മണിക്കൂറിന് ശേഷം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് സ്പെസിഫിക് പീരീഡ് പറയുന്നുണ്ട്. മോർട്ടാലിറ്റി ഡെറ്റ് പറയുന്നത് ഒരു 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷം ആഫ്റ്റർ 48 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നോട്ടബിൾ ആണ്. പിന്നെ പറയുന്നുണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അവിടെ അപ്പോയിന്റ്മെന്റ് അഡ്മിഷൻ എടുത്തിട്ട് ഡിസ്ചാർജ് ചെയ്തിരുന്ന പേഷ്യൻസ് ഇന്ന ടൈമിനുള്ളിൽ 48 ഹവേഴ്സിന് ശേഷമുള്ള ആ വ്യക്തികൾ എത്രത്തോളം ഉണ്ട് അതിനെയാണ് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ് മോർട്ടാലിറ്റി റേറ്റില് ഒരു സ്പെസിഫിക് പീരീഡ് പറയുന്നുണ്ട് ആഫ്റ്റർ 48 hours. അത് കൺസിഡർ ചെയ്തിട്ട് വേണം വ്യക്തികളെ തീരുമാനിക്കാനായിട്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient.
ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. നമ്മൾ നേരത്തെ നമ്മൾ കണ്ട മാതിരി 1000 അല്ല, ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന 100. Then note ചെയ്യുന്നു death occurring within 48 hours of a discharge must also be recorded in a numerator. ഇപ്പോഴും എന്താണ് റെക്കോർഡ് ചെയ്യുന്ന പേഴ്സൺസിൽ 48 മണിക്കൂറിനുള്ളിലുള്ള എല്ലാ വ്യക്തികളെയും മസ്റ്റായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ICU എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ICU എന്താണെന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റിന്റെ പീരിയഡ് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ്, അതായത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റിന്റെ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU. അതായത് അവിടെ ഡെത്ത് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഓരോ ICUയിൽ അഡ്മിഷൻ കിട്ടി ഡെത്ത് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾ ഡിവൈഡഡ് ബൈ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ്. അതായത് ഏതെങ്കിലും ഒരു പീരീഡ് ആണ് അവർ പറയുന്നെങ്കിൽ, ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വീക്കിനുള്ളിലോ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡിനുള്ളിൽ ICUയിൽ അഡ്മിറ്റ് ആയിട്ട് ഡെത്ത് സംഭവിച്ചിരിക്കുന്ന വ്യക്തികളെ ന്യൂമറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഡിനോമിനേറ്റർ ആയിട്ട് മൊത്തം അവിടെ അഡ്മിഷൻ ICUയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസും ഇൻ കേസ് ഡെത്ത് അല്ലെങ്കിൽ കൂടി അവരെ ഡിസ്ചാർജ് ചെയ്താൽ പോലും അവരെയും കൂടി ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്ത് 100 കൊണ്ട് ചെയ്യുമ്പോൾ അത് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് ആയിട്ട് ഉപയോഗിക്കണം. Then അതിനെ നോട്ട് ചെയ്യുന്നു ഓൺ സിമിലർ ലൈൻസ് ഓഫ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ സ്പെഷ്യലി സ്പെസിഫിക് ഡെത്ത് റേറ്റ് can also be calculated like maternity mortality rate etc. അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ പ്രസവത്തോടു കൂടിയിട്ട് മരിക്കുന്ന കുറച്ച് ചിലപ്പോൾ സ്ഥിതിവിവര കണക്കുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള രീതിക്കും ഇത് അപ്ലൈ ചെയ്യാം. ഈ ICUവിന്റെ രീതി തന്നെയാണ് സ്ഥിതിവിവര പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള മരണനിരക്ക് കണ്ടെത്തുമ്പോഴും ഉപയോഗിക്കുന്നത്. വായിച്ചു നോക്കാം. ഇവിടെ പീരീഡ് അവര് സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നേ ഉള്ളൂ. അത് ഏത് പീരീഡാണ് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. കാരണം ഇവിടെ പറയുന്നത് ഇൻദാറ്റ് പീരീഡ്, ഇവിടെ ഇന്നേ പീരീഡ്, അത് പെൻഡെന്നല്ലോ പീരീഡാണ്. ഇന്നേ പീരീഡ് ഇവിടെ ഇൻദാറ്റ് പീരീഡ് അത് സ്പെസിഫിക് ചെയ്ത് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യും. ചിലപ്പോ 1 ഡേ അല്ലെങ്കിൽ 12 hours-നുള്ളിൽ അല്ലെങ്കിൽ 2 days-നുള്ളിൽ അല്ലെങ്കിൽ 1 week-നുള്ളിൽ എന്നുള്ള സ്പെസിഫിക് പീരീഡ് ഉണ്ടാവും. അപ്പൊ ആ പീരീഡിനുള്ളിൽ ICUവില് പേഷ്യന്റ് മരിച്ചവരെ അല്ലാത്തവരെ എന്നുള്ള കൺസിഡറേഷൻ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതുമാതിരി തന്നെയുള്ള ഒരു ഇതാണ്. നിങ്ങളൊക്കെ സെയിം ആണ്, മീനിങ് ഒക്കെ എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഇത് അല്ലെ. ഡെത്ത് റേറ്റ് ആണെങ്കിൽ ഇത് ശിശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട അവരുടെ ജനന ശിശുക്കളുടെ ബന്ധപ്പെട്ടതാണ്. ശിശുമരണ നിരക്കും കൂടി നോക്കാം. ശിശുമരണ നിരക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കണ്ടിട്ട് ചെയ്തോട്ടെ. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? ശിശുമരണ നിരക്കാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക് ഏരിയ, കൺട്രി, സ്റ്റേറ്റ്. മറ്റേത് വെട്ടിക്കളഞ്ഞേ. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റേറ്റില് അല്ലെങ്കിൽ രാജ്യത്ത് ജനിച്ചിട്ട് മരിച്ചു പോയിരിക്കുന്ന കുട്ടികളെ അല്ലെ ശിശുമരണ നിരക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഒരു റെസിഡന്റില്. ഓക്കെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയില് ജനിച്ചിരിക്കുന്ന വ്യക്തികളുടെ മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡൈയിങ് അണ്ടർ 1 year ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത് for the same geographic area for a prescribed time, normally a calendar year, and multiply by 1000. അത് നമ്മളിപ്പോ ഒരു ലൊക്കാലിറ്റിയെ കേന്ദ്രീകരിച്ച് നമ്മൾ മറ്റേ നേരത്തെ കണ്ട മാതിരി തന്നെ ആ ഒരു ഡെത്ത് റേറ്റ് കണ്ട മാതിരി തന്നെയുള്ള കാര്യമാണ്. അപ്പൊ അതിലെന്താണ് ഇവിടെ പറഞ്ഞത്?
എന്താണ് അവിടെയുള്ള ശിശു മരണ നിരക്ക് അറിയാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക? ആദ്യം തന്നെ ജനിച്ചിട്ട് മരണപ്പെട്ട ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ മരിച്ചുപോയ കുട്ടികളുടെ എണ്ണം, അതോടൊപ്പം തന്നെ ഡിവൈഡഡ് ബൈ സെയിം ജോഗ്രഫിക്കൽ ഏരിയയിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികളുടെ ഡൈയിങ് അണ്ടർ 1 year ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ, അതായത് ഒരു വർഷത്തിനുള്ളിൽ മരിച്ചുപോയിരിക്കുന്ന കുട്ടികൾ, ജനിച്ചിട്ട് മരിച്ചുപോയിരിക്കുന്ന കുട്ടികള് ആദ്യം തന്നെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു. ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലിവ് ബർത്ത് ഫോർ ദ സെയിം ജിയോഗ്രഫിക് ഏരിയ, ആ ഏരിയയിൽ തന്നെ ജനിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മൊത്തം കുട്ടികളുടെ എണ്ണം ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ പറയുന്നു ഫോർ പ്രിസ്ക്രൈബ്ഡ് ടൈം നോർമലി എ കലണ്ടർ ഇയർ, നമ്മളൊരു സമയക്രമം പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 1 year പറഞ്ഞത് കൊണ്ടാണ് ന്യൂമറേറ്റർ ആയിട്ട് അത് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് എന്താണ് ഡിനോമിനേറ്റർ ആയിട്ട് അവിടെ ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കൂടി പെടുത്തി അതിനെ മൾട്ടിപ്പിൾ ബൈ 1000. നിങ്ങൾ ആ ഫോർമുലാസ് കൂടി ജസ്റ്റ് നോക്കാം. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്, അതാണ് ഇവിടെ ആ ഒരു ഡിവിഷൻ ചെയ്യുന്ന ഭാഗം ഇവിടെയല്ല, എന്താണ് ഡെത്തിന് ശേഷമാണ്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്, അതായത് ജനിച്ചിരിക്കുന്ന മൊത്തം വ്യക്തികൾ ഇൻറ്റു 1000. ഇത് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടുന്നത്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡ് ബൈ, അതായത് ഒരു നിശ്ചിത ഒരു 1 yearനുള്ളിൽ ജനിച്ചിട്ട് മരിച്ചുപോയ കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആ ഭാഗത്ത് ആ ലൊക്കാലിറ്റിയിൽ ജനിച്ചിരിക്കുന്ന മൊത്തം കുട്ടികളുടെ എണ്ണം, ആ ഒരു 1 yearനുള്ളിൽ മൊത്തം ജനിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ശിശു മരണനിരക്കാണ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. 1300 അല്ലെ 1300 infant deaths in 2080 among state residents, 150,000 live birth in 2008 to state residents. അപ്പൊ എങ്ങനെ വരും? 1300 divided by 150,000 into 1000, അതായത് 8.7 infant death per 1000 live birth in 2008 among state residents. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് 1300 1,50,000 കുട്ടികൾ ജനിച്ചതില്, ആ ലൊക്കാലിറ്റിയിൽ ജനിച്ചതില് 1300 കുട്ടികൾ മരണപ്പെട്ടു. അപ്പൊ 1300 ഡിവൈഡ് ബൈ 1,50,000 ഇൻറ്റു 1000 ചെയ്തപ്പോൾ 8.7 ഇൻഫന്റ് ഡെത്ത് റേറ്റ് ആണ് കിട്ടിയത്. 1000ലാണ് നമുക്ക് ഈ ഡെത്ത് റേറ്റ് കിട്ടിയിരിക്കുന്നത്. ഇൻ 2008 ആ ഒരു പീരീഡ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2008 ആ ഒരു വർഷത്തില് സംഭവിച്ചിരിക്കുന്ന ഇൻഫന്റ് ഡെത്ത് റേറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ പീരീഡ് കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ മൊത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻ ഹോസ്പിറ്റല് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത്സിന് അറ്റ് ഹോസ്പിറ്റലിന്റെ പീരീഡ്. അപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നതില് മരിച്ചുപോയ കുട്ടികൾ അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, അതായത് അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും, മരിച്ചുപോയതും അല്ലാത്തതുമായ കുട്ടികളെ മൊത്തത്തിൽ ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ മൊത്തത്തിൽ ഉള്ള കുട്ടികളെ അവരുടെ ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇൻറ്റു 100 ഇവിടെ വരുമ്പോൾ നോക്കുക 100 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ ടേമിൽ വരുമ്പോൾ 100 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ പീരിയഡ്, ഒരു പീരിയഡിനുള്ളിൽ ആ ഹോസ്പിറ്റലില് അഡ്മിഷൻ എടുത്തിട്ട് മരിച്ചുപോയ വ്യക്തികളെ ന്യൂമറേറ്റർ ആയിട്ട് ഉപയോഗിച്ചു. ഡിനോമിനേറ്റർ ആയിട്ട് ഉപയോഗിച്ചത് ഡിസ്ചാർജ് ചെയ്ത പേഴ്സൺസും ഡെത്ത് വന്ന് മരിച്ചുപോയിട്ട് പോയ പേഴ്സൺസ് എല്ലാവരെയും കൂടി ടോട്ടലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിനോമിനേറ്റർ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു മിനിറ്റ്, നമുക്ക് എന്തായാലും ഒരു ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാട്ടോ. കാരണം ക്ലാസ്സിൽ ഇതൊക്കെ കവർ ചെയ്യുന്നത് എന്തായാലും 2 മിനിറ്റ് നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പം
ഇതുമാതിരി തന്നെയുള്ള ഒരു ഇതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പ്രിവിലൻസ് ഇമ്പോർട്ടന്റ്, അതായത് സോറി പ്രിവിലൻസ് ഓഫ് ഡിസീസ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, പ്രിവിലൻസ് ഓഫ് ഡിസീസസിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശിശുമരണ നിരക്ക് കണ്ടു, അതേമാതിരി തന്നെ മരണനിരക്ക് കണ്ടു. ഇനി ഇതിന്റെ ഒരു മീനിങ് വെച്ച് കഴിഞ്ഞാൽ പ്രിവിലൻസ് ഓഫ് ഡിസീസസ്, അതായത് രോഗവ്യാപനം. നമുക്കറിയാലേ നമ്മള് കോവിഡ് ഒക്കെ വന്നിരുന്ന സമയത്ത് അതിന്റെ തീവ്രത എത്രത്തോളം വ്യാപിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സൂചനകള് പോപ്പുലേഷൻസ് എപ്പോഴും വിലയിരുത്തുമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രോഗങ്ങൾ എന്ന് പറയുന്നത് രോഗവ്യാപനം തോത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് പ്ലേസിലായിരിക്കും ഈ രോഗം സംഭവിക്കുന്നത്. അത് ചിലപ്പോൾ അവിടുത്തെ പൊല്യൂഷന്റെ പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ഭാഗത്തുള്ള എന്തെങ്കിലും ശ്വസിച്ചിട്ട് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെ, അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗാവസ്ഥ വന്നിരിക്കുന്നു. അപ്പൊ ഇത്രയും പോപ്പുലേഷൻ, ആ ഭാഗത്തുള്ള ഇത്ര പോപ്പുലേഷനെ നോക്കിയിട്ട് എക്സാമിൻ ചെയ്തിട്ട് ഇത്ര പേരുടെ രോഗം സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്, ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ്, അതായത് പ്രിവിലിയൻസ് ഓഫ് ഡിസീസസ്. ഒരു രോഗത്തിന്റെ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻസ് കാണിച്ചു തരുന്നതാണ് ഇതിലുള്ളത്. നോക്കാം. പ്രിവിലിയൻസ് റെഫേർഡ് ടു ആസ് എ prevalence rate is the proportion of a persons in a population who are affected with a particular diseases or attribute at a specific point in time or over a specific period. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക ഡിസീസസ് അല്ലെ, പ്രത്യേക അസുഖം അത് ആ ഒരു മേഖലയിലുള്ള ജനങ്ങളെ ബാധിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഇത്തരത്തിലുള്ള രോഗവ്യാപനം വരുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് കൊളറ, മലമ്പനി അങ്ങനെയൊക്കെ എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം. അപ്പൊ ഒരു പ്രത്യേക വിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഡിസീസസ് വരിക, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥകൾ. അങ്ങനെയുള്ള ഒരവസ്ഥ ആ സ്പെസിഫൈ ചെയ്തുള്ള വ്യക്തികൾക്ക് സ്പെസിഫൈ ടൈമില് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ അനുഭവപ്പെടുമ്പോൾ അങ്ങനെയുള്ള സമയത്താണ് പ്രിവിലിയൻസ് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭാഗത്തെ പേഴ്സണെയാണ്, ആ ഒരു ഭാഗത്തെ പോപ്പുലേഷനെ കൂടി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസുകളാണ് ഈ പ്രിവിലിയൻസ് ഡിസീസിൽ ഉൾപ്പെടുന്നത്. Prevalence is a measure of diseases that let us determine persons' likelihood of having diseases. So the number of prevalence cases is the total number of cases diseases that exist in a population. അതായത് നിലവിലുള്ള പോപ്പുലേഷൻ അല്ലെ, അവിടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇത്ര പേഴ്സൺസ് ഉണ്ട്, ആ പേഴ്സൺസില് ഇത്രയും പേഴ്സൺസിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, ഈ രോഗവ്യാപനം സംഭവിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിവിലിയൻസ് റേറ്റ് ഉപയോഗിക്കുന്നത്. പ്രിവിലിയൻസ് ഇസ് ദ മെഷർ ഡിസീസസ്. ആ രോഗത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് us determine a person's likelihood having a disease. അവർക്ക് അത്തരത്തിലുള്ള ഡിസീസസ് വരുന്നുണ്ട്. സോ ദ നമ്പർ ഓഫ് പ്രിവിലിയൻസ് കേസ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ഡിസീസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് അതിലുള്ള ടോട്ടൽ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം പേർക്ക് ഈ പ്രിവിലിയൻസ് രോഗവ്യാപനം വന്നു എന്ന് കണ്ടെത്താനായി. The prevalence is measured by dividing the number of a person with the diseases or a condition at a particular time of point by the number of individuals examined. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അതായത് ഒരു പർട്ടിക്കുലർ ഇത്ര പേഴ്സൺസിന്, ഒരു 1000 പേർക്ക്, ഒരു 100 പേര്, അതായത് വേണ്ട, നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു 15 പേരെ എക്സാമിൻ ചെയ്തിട്ട് 5 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു. അപ്പൊ നമ്മൾ എന്താണ് പ്രിവിലിയൻസ് റേറ്റ് കാണുന്നത്? ഫോർമുല വരുന്നുള്ളൂ. അതായത് എത്ര പേരിനുള്ളിൽ, അപ്പൊ ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് 15 പേരാണ്, ന്യൂമിനേറ്റർ ആയിട്ട് വരുന്നത് 5 പേരാണ്. 5 പേര്, അതായത് 15 പേര് 5 പേരുടെ രോഗം സ്ഥിരീകരിച്ചു. ആ ഒരു റേറ്റ് കണ്ടെത്തുകയാണ് പ്രിവിലിയൻസ് റേറ്റിൽ വരുന്നത്. ആ ഒരു ഡിസീസസിന്റെ, ആ ഒരു രോഗത്തിന്റെ വ്യാപനം തോത് എത്രത്തോളമാണ് എന്നുള്ളത് അളക്കാൻ വേണ്ടി. അപ്പൊ എക്സാമിന് എത്രത്തോളം ചെയ്തു, എത്രത്തോളം പേര് പരിശോധിച്ചു എന്നുള്ളതാണ് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ പരിശോധിച്ചതിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു എന്നുള്ളതാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ക്ലിയർ ആയോ എന്താണ് പ്രിവിലിയൻസ് ഓഫ് ഡിസീസസ് എന്നുള്ളത്? ഓക്കെ, ഇനി പ്രിവിലിയൻസ് ഇമ്പോർട്ടന്റ്, അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പറയാം.
The prevalence and the incidence of diseases are among the most basic measure in എപ്പിഡമോളജി. അതായത് നമ്മള് പൊതുവെ പറയാല്ലേ, നമുക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അറിയണം അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക ധാരണ വേണമെങ്കിൽ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വേണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു സാംക്രമിക രോഗങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എല്ലായിടത്തും വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് റേറ്റ് കണ്ടെത്തും. അതായത് മറ്റുള്ളവർക്കൊക്കെ വ്യാപിക്കുമോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ പ്രിവിലേജ് റേറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അവിടെ പരിശോധിക്കാനായിട്ട് മാനേജ്മെന്റ്, അതായത് അപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ആ അധികാരികളോട് ആവശ്യപ്പെട്ടു. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിവിലേജ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഈ ഡിസീസസ് ആർ എമംഗ് ദ മോസ്റ്റ് ബേസിക് മെഷർ ഇൻ എപ്പിഡമോളജി. എപ്പിഡമോളജി എന്ന് പറയുന്നത് സാംക്രമിക അവസ്ഥ. ആ ഒരു അവസ്ഥയെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള മെഷർമെന്റ് എടുത്തിരിക്കും. Prevalence is a measure of the load of diseases in a population in a given location and at a particular time as represented in a count of the number of people affected. അതായത് എത്രത്തോളം പീപ്പിൾസിനെ ഈ രോഗം ബാധിച്ചു, ഇത്രത്തോളം റെപ്രസെന്റ് ചെയ്തിട്ട് എത്രത്തോളം വ്യക്തികളിൽ നിന്ന് ഇത്രത്തോളം പേഴ്സൺസിനെ അത് ബാധിച്ചിട്ടുണ്ട്, ആ രോഗബാധിതരായിട്ടുണ്ട്, അതായത് ആ ഇഷ്യൂ, ആ ഡിസീസസ് രോഗം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിവിലേജ് റേറ്റ് കണ്ടെത്തുന്നത്. Prevalence is a measure of the load of diseases in a population in a given location. ഒരു ലൊക്കേഷനിൽ അത്രത്തോളം ഉള്ള പോപ്പുലേഷനിൽ എത്രത്തോളം പേർക്ക് ഈ ഡിസീസസ് ഭാരമായി തീർന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ സമയം, ഇതിന്റെ സമയത്തില് എത്രത്തോളം പേർക്ക് അത് ബാധിച്ചു. as a represented in a count of the number of people affected. എത്രത്തോളം വ്യക്തികൾക്ക് അത് കാൽക്കുലേഷൻ കാണിക്കാതെ തന്നെ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. പ്രിവിലേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ലെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോകുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് 15% ഒരു 100 പേരെ എക്സാമിൻ ചെയ്തു എന്ന് വെച്ചോ, 100 പേരെ പരിശോധിച്ചു, അതിലൊരു 50 പേരെ സ്ഥിരീകരിച്ചു. അത് ചില ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതുകളൊന്നും വരുന്നില്ല. വീണ്ടും ഇവിടെ കുറച്ച് കണക്കുകൾ കാണിച്ചു തരുന്നുണ്ട് ചില ഡിസീസസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതാണ് നമ്മൾ ഇതിനെ പറഞ്ഞു നിർത്തിയത്. എന്താണ് പ്രിവിലേജസിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്, എന്തോരം പീപ്പിൾ അഫക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി അതിന്റെ ഒരു പ്രിവലൻസ് റേറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് എൻസിഡി ഡെത്ത്. എൻസിഡി ഡെത്ത് എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അത് ഡെത്തുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ 17.9 മില്യൺ പീപ്പിൾ ഇയർലി. അപ്പൊ ഒരു കണക്ക് കാണിച്ചു തരികയാണ്, ഇത്രയും പേഴ്സൺസ് ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചു. ഫോളോഡ് ബൈ ക്യാൻസർ. ക്യാൻസർ ബാധിച്ച് 9.3 മില്യൺ പീപ്പിൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബാധിച്ചിട്ടുണ്ട്. ഡെത്ത് റേറ്റ് ആണ് കാണിക്കണമെങ്കിൽ ഡെത്ത് എന്ന് പറയും, അതല്ലെങ്കിൽ ബാധിച്ചിരിക്കില്ല. പ്രിവിലേജ് റേറ്റ് എന്ന് പറയുമ്പോൾ രോഗവ്യാപനമാണ് അല്ലെ, ഡെത്ത് റേറ്റുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഇല്ല. അത്രയും പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് 4.1 മില്യൺ പീപ്പിൾ. ആൻഡ് ഡയബറ്റീസ് നമുക്കറിയാലോ, ഇത്രയും കേരളത്തിലെ ഇത്രയും ഡയബറ്റീസ് പേഴ്സൺസ് ഈ കാലയളവിൽ ഉണ്ടായെന്നൊക്കെ പറയുന്നത് ഒരു പ്രിവിലേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇത്രയും പേഴ്സൺസിനെ അവര് എക്സാമിൻ ചെയ്യും, അത്രയും പേഴ്സണിൽ നിന്ന് ഇത്രയും പേരെ രോഗം ആ ഒരു ഡയബറ്റീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ കേരളത്തിൽ ആ സംസ്ഥാനപരമായി ബന്ധപ്പെട്ട് എടുക്കുമ്പോഴെന്താണ് ഇത്രയും പേരെ എക്സാമിൻ ചെയ്തിട്ട് ഇത്രയും പേർക്ക് രോഗബാധിതയായി തീർന്നു എന്നുള്ള സ്ഥിരീകരണ കണക്ക് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു റേറ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വെറുതെ എക്സാമ്പിൾ പോലെ നമ്മളെ കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനി വീണ്ടും പറയുന്നത് എന്താണ്, വാട്ട് ഇൻക്രീസ് ദ പ്രിവിലേജ് ഓഫ് ഡിസീസസ്. ഇതാണ് ഈ പ്രിവിലേജ് ഡിസീസസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വളരെ വർദ്ധിച്ചു വരാനായിട്ടുള്ള ഇതിന്റെ കാരണം എന്തൊക്കെയാണ്? പ്രിവിലേജ് ഇൻക്രീസസ് വെൻ ന്യൂ ഡിസീസസ് കേസ് ആർ ഡിറ്റക്റ്റഡ്, ഇൻസിഡൻസ് ആൻഡ് പ്രിവിലേജ് ഡിക്രീസസ് വെൻ എ പേഷ്യന്റ് ഈസ് എയ്തർ ഹേർഡ് ഓർ ഡൈസ്. അത് വർദ്ധിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോഴാണ്, ഇൻസിഡൻസ് വരുമ്പോഴാണ് എന്താണ് പ്രിവിലേജ് റേറ്റ് വർദ്ധിച്ചു വരുന്നത് അല്ലെ. വ്യക്തികൾക്ക് അസുഖങ്ങൾ കൂടുതൽ ബാധിക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻ കേസ് അവരുടെ ശുശ്രൂഷ ചെയ്ത് അവര് രോഗം ബാധിച്ച് മാറിക്കഴിയുമ്പോൾ എന്താണ് അത് ഡിക്രീസ് ആയി പോകും. അതായത് പ്രിവിലേജ് റേറ്റ് കുറഞ്ഞു വരും. നമുക്കിപ്പോ 15 പേരില് അസുഖം നമ്മൾ സ്ഥിരീകരിച്ചു, 10 പേരില് വീണ്ടും ഈ 10 പേര് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്താണ് അത് അവർക്ക്
അസുഖം കുറഞ്ഞ് അവർക്ക് ഇല്ലാതെയും അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മട്ടായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി ടൈപ്പ് ഓഫ് അത് വെറുതെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതായത് പ്രിവലൻസ് റേറ്റ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്. ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ചിലത് എന്താണ് ആ ഒരു റേറ്റ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അപ്പോഴായിരിക്കും ആക്ഷൻസ് ഒക്കെ എന്തെങ്കിലും എടുക്കുന്നത് അല്ലെ, എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടിക്രമങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രിവലൻസ് കുറച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. എന്തായാലും ഞാൻ എത്ര വൈകിച്ചാലും തീർക്കാൻ പറ്റില്ല, എന്തായാലും മറ്റു ക്ലാസ്സിന്റെ ഒപ്പം. അപ്പോ നിങ്ങൾ ഇതുവരേക്കും എന്തായാലും നോക്കുക. നെക്സ്റ്റ് പേജ് തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇത്തരം എന്റെ ഇത് ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻഫോം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.